ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്കും ഫോൺ നോക്കിയിരിക്കാൻ നേരമാണ് കണ്ടത് ഒരുപാട് പേര് പെസഹാവ്യാഴായിട്ട് പെസഹാപ്പത്തിൻ്റെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നൊസ്റ്റാൾജി അടിച്ചു. നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം കഴിക്കാൻ പറ്റിയേന്നൊരു തോന്നൽ വന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ഈസ്റ്റർ അല്ലെങ്കിൽ പെസഹാവ്യാഴമൊക്കെ ആകുമ്പോഴത്തേക്ക് പെസഹാപ്പം വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ നൊസ്റ്റാൾജി അടിച്ചിരിക്കാൻ നേരമാണ് എനിക്ക് പെട്ടെന്നൊരു കോൾ വരുന്നത്. എൻ്റെ നെയ്ബർ കം കൊളീഗായിട്ടുള്ള ശോഭ ചേച്ചിയാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, നീ ഗേറ്റ് ഒന്ന് തുറന്നേ, ഞാൻ പുറത്തുണ്ട്, ഞാൻ പെസഹാപ്പവും പാലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ ലോട്ടറി അടിച്ചൊരു ലാഘവത്തോടെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇത് കളക്ട് ചെയ്ത് അകത്തേക്ക് വന്നിട്ടുണ്ട്. പെസഹാപ്പം ഓക്കെയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ പാല് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോംബോ എന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ കിട്ടിയ പാടെ ഇത് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഈ പാലിൻ്റെ മണം ഒരു രക്ഷയില്ല, ഭയങ്കര നല്ലൊരു മണമായിരുന്നു കേട്ടോ. പെസഹാപ്പം ആണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കഴിക്കുന്നത്. കാര്യം ഇത് ഭയങ്കര സ്വീറ്റ് അല്ലാത്തതെന്നല്ല, സ്വീറ്റ് ഇല്ലാത്തൊരു പെസഹാപ്പമാണ്. നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ കൊല്ലം സൈഡിലൊക്കെ നല്ല മധുരം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് മധുരം ഇല്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ആക്ച്വലി ആ പാലിൻ്റെ കൂട്ടത്തിൽ ഡിപ്പ് ചെയ്ത് കഴിക്കേണ്ട സംഭവമാണെന്ന്. ആക്ച്വലി ഇത് രണ്ടും കൂടി ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. നന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്കൊരു അപ്പം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പാലങ്ങോട്ട് ഒഴിച്ച് കുതിർത്തു. അതിനുശേഷം അങ്ങോട്ട് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര യമ്മായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പതിയെ ഇരുന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ കൊണ്ടുതന്ന ശോഭ ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ബൈ.